Okay, students, welcome to the third part of the lesson, the race. In the last class, we were discussed about Tarun, and he met Ram Narayan. Ram Narayan was the hero of Tarun, and he got a medal in 1960 Olympics. And Ram Narayan also got Tarun an opportunity to participate in a race conducting on November 14, the Children's Day. Okay, the next day brought a new ray of hope. Tarun got up early, had milk, and before his mother could finish her query on what he was up to, he ran out and went to the Nehru Stadium to check the details of the race. He was very happy indeed. The next day brought a new ray of hope. അപ്പോൾ അതുവരെ തരുണിന് പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പരീക്ഷയിലൊക്കെ തോറ്റ് ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ തരുണിന് പുതിയൊരു പ്രതീക്ഷ വന്നു. എന്താണ് ആ പ്രതീക്ഷ? തരുണിനോട് രാംനാരായൺ പറഞ്ഞിട്ടുണ്ട്, നീ നവംബർ 14, അതായത് ചിൽഡ്രൻസ് ഡേയിലെ കോമ്പറ്റീഷൻ വിജയിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കാമെന്ന്. അപ്പോൾ ഒരു പ്രതീക്ഷയിൽ തരുൺ എന്ത് ചെയ്തു? എ ന്യൂ റേ ഓഫ് ഹോപ്പ്. തരുൺ ഗോട്ട് അപ്പ് ഏർലി. തരുൺ വളരെ നേരത്തെ എഴുന്നേറ്റു. ഹാഡ് മിൽക്ക് ആൻഡ് ബിഫോർ ഹിസ് മദർ കുഡ് ഫിനിഷ് ഹിയർ ക്വറി ഓൺ വാട്ട് ഹി വാസ് അപ് ടു. അപ്പോൾ അമ്മയുടെ ക്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കുക. അമ്മ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ എന്താണ് നിൻ്റെ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ തരുൺ എന്ത് ചെയ്തു? വേഗം അവിടുന്ന് പോയി. ഹി റാൻ ഔട്ട് ആൻഡ് വെൻറ്റ് ടു ദ നെഹ്റു സ്റ്റേഡിയം. അവൻ എങ്ങോട്ടാണ് പോയത്? വെൻറ്റ് ടു ദ നെഹ്റു സ്റ്റേഡിയം ടു ചെക്ക് ദ ഡീറ്റെയിൽസ് ഓഫ് ദ റേസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഹി വാസ് വെരി ഹാപ്പി ഇൻഡീഡ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തരുണിന് വളരെ സന്തോഷമായി. ആ റേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കണ്ടപ്പോൾ തരുൺ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് zealously. Every day he would get up at 4 in the morning and run up to 10 miles. In the evening he would time himself according to the 1,000-meter distance prescribed by the competition. He wanted everything to be perfect. It was for the first time in his life that he was demanding such a perfection in things he did, he thought. He also wanted someone to back him up, and so he told everything to his mother. അപ്പോൾ എന്താണ്? തരുൺ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് zealously. തരുൺ എന്താണ്? വളരെ കാര്യമായിട്ടുള്ള പ്രാക്ടീസ് അതുവരെ ചെയ്യാത്ത ഒരു ആവേശത്തിൽ തരുൺ പ്രാക്ടീസ് തുടങ്ങി. എവറി ഡേ ഹി വുഡ് ഗെറ്റ് അപ്പ് അറ്റ് 4 in the morning. ഏകദേശം 4 മണിക്ക് എഴുന്നേൽക്കും. റൺ അപ്പ് ടു 10 miles. എത്ര മൈൽ ഓടും? 10 മൈൽ ഓടും. ഇൻ ദ ഈവനിങ്സ് ഹി വുഡ് ടൈം ഹിംസെൽഫ് അക്കോർഡിംഗ് ടു ദ 1,000-meter ഡിസ്റ്റൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ കോമ്പറ്റീഷൻ. അപ്പോൾ രാവിലെ 10 മൈലൊക്കെ ഓടും, പക്ഷേ വൈകുന്നേരം എന്ത് ചെയ്യും? ഈ 1,000 മൈൽ, അതാണല്ലോ കോമ്പറ്റീഷൻ, അത് എത്ര നേരം കൊണ്ട് ഓടി തീർക്കും? ഒരു സമയമൊക്കെ വെച്ച് ഓടി തീർക്കും. ഹി വാണ്ടഡ് എവറിത്തിങ് ടു ബി പെർഫെക്റ്റ്. എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുക. ചില ആളുകൾ അങ്ങനെ ഉണ്ട്. എന്താണ്? ചില ആളുകൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്താൽ മതി എന്നാണ്. ചില ആളുകൾക്ക് അങ്ങനെയല്ല, എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടാവും. നിങ്ങൾ ഏത് ടൈപ്പ് ആളുകളാണ്? ഒരു കാര്യം ചെയ്യണം എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതാണോ, അതോ ഒരു കാര്യം ചെയ്യുമ്പോൾ പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളതാണോ നിങ്ങളുടെ ഒരു താല്പര്യം? അപ്പോൾ അത് ഓരോ ആളുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. It was for the first time in his life that he was demanding such a perfection in things he did. അവിടെ വേറെ പ്രത്യേകത കൂടിയുണ്ട്. തരുൺ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരുന്നോ? അല്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കാര്യം പെർഫെക്ഷനോടുകൂടി ചെയ്യണമെന്ന് തരുൺ ആഗ്രഹിക്കുന്നത്. ഇതിനു മുമ്പ് അങ്ങനെ തരുൺ ചെയ്തിട്ടില്ല. He also wanted someone to back him up, and so he told everything to his mother. മാത്രമല്ല, ആരെങ്കിലുമൊക്കെ ഒരു പിന്തുണ, അല്ലേ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആരുടെയെങ്കിലുമൊക്കെ ഒരു പിന്തുണ വേണം. ഇവിടെ ഇപ്പോൾ തരുണിന് ഫാമിലിയുടെ സപ്പോർട്ടില്ല, പക്ഷെ എങ്കിൽ പോലും ഹി ടോൾഡ് എവറിത്തിങ് ടു ഹിസ് മദർ. എല്ലാതും ആരോട് പറഞ്ഞു? അവൻ്റെ അമ്മയോട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരോടാ പറയുക? അച്ഛനോടാണോ
അമ്മയോടാണോ അതോ വേറെ വല്ലവരോടുമാണോ? Tarun practiced vigorously for 5 days and then promptly met Ram Narayan to collect his participation card. He gazed at the piece of paper on which his name had been printed boldly. It meant so much to him. Tarun എന്ത് ചെയ്തു? പ്രാക്ടീസ് വിഗറസ്ലി ഫോർ 5 days, ഒരു 5 ദിവസം ഉണ്ടല്ലോ തകർത്ത് പ്രാക്ടീസ് ചെയ്തു. And then promptly met Ram Narayan to collect his participation card. എന്നിട്ട് എന്ത് ചെയ്തു? രാം നാരായണനെ പോയിട്ട് ഒരു പാർട്ടിസിപ്പേഷൻ കാർഡ് വാങ്ങാൻ വേണ്ടി പോയി. He gazed at the piece of paper on which his name had been printed boldly. അങ്ങനെ ഒരു അവന് പാർട്ടിസിപ്പേഷൻ കാർഡ് കിട്ടിയപ്പോൾ അവൻ അതിലേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കി, അല്ലെങ്കിൽ തുറിച്ച് നോക്കി എന്നൊക്കെ പറയില്ലേ, സന്തോഷത്തോടു കൂടിയിട്ട്. എന്താ കാരണം? അതിൻ്റെ മുകളിൽ ഹിസ് നെയിം ഹാഡ് ബീൻ പ്രിൻറ്റഡ് ബോൾഡ്ലി. അപ്പോൾ എന്താണ്, വളരെ ഇതായിട്ട് എഴുതിയിട്ടുണ്ട്, അവൻ്റെ പേര് നന്നായിട്ട് ബോൾഡായിട്ട് അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ അവനൊരു അഭിമാനം തോന്നി. ഇറ്റ് മെൻറ്റ് സോ മച്ച് ടു ഹിം. ഹൗവർ ഹാർഡ് ഐ മസ്റ്റ് വിൻ ദിസ് റൈസ് തോട്ട് ഹി. അപ്പോൾ എന്താണ്, എത്ര തന്നെ ബുദ്ധിമുട്ടിയാലും ഞാൻ എന്ത് ചെയ്യും, ഈ പരീക്ഷയിൽ ഈ ഒരു റേസിൽ ഞാൻ വിജയിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു യൂസേജ് ശ്രദ്ധിക്കുക. ഹൗവർ ഹാർഡ് ഐ മസ്റ്റ് വിൻ ദിസ് റൈസ് തോട്ട് ഹി. ഇത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യുക ബുക്കിൽ. He wanted to show his father that he was not really the black sheep of the family and that he could be good at something at least. മാത്രമല്ല അവന് ചെറിയൊരു വാശി ഉണ്ടായിരുന്നത്, ഞാൻ വെറും ഒരു ബ്ലാക്ക് ഷീപ്പ് അല്ല എന്നുള്ളത് അച്ഛനെ കാണിച്ചു കൊടുക്കണം എന്നുള്ള ചെറിയൊരു വാശിയും ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ആണ് നമ്മൾ ഈ പാർട്ടിലെടുക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ഭാഗമായിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ വന്ന ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളൊന്ന് നോക്കുക. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? ഹൗ ഡിഡ് തരുൺ പ്രിപ്പയർ ഫോർ ദ റേസ്? അതാണ് ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹി ആൾസോ വാണ്ടഡ് someone to back him up and so he told everything to his mother. Do you think this kind of sharing will help him face his problems better? Why? Why did Tarun really want to win the race? ഇത്രയും ക്വസ്റ്റ്യൻസാണ്. ഇത് നിങ്ങളൊന്ന് എഴുതുക. നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിലെടുക്കാം. അതുവരെ ബൈ.